ചേച്ചിമ എവിടേക്കാ? ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു 5:30 ആയപ്പോൾ എണീറ്റിട്ട് ആദ്യം ചെയ്യുന്നത് അടുപ്പൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ കഴുകി വൃത്തിയാക്കലാണ്. അപ്പോൾ അതങ്ങനെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായക്കുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇവിടെ എല്ലാവർക്കും കട്ടനാണ് ഇഷ്ടം. അപ്പോൾ ഇതിന് ഒരു കലം ചായ രാവിലെ ഉണ്ടാക്കും. ഇത് പെട്ടെന്ന് തീരുകയും ചെയ്യും കേട്ടോ. ഒരു ഗ്ലാസ് ചായ ഒന്നല്ല ഓരോരുത്തർക്ക് വേണ്ടത്, 2-3 ഗ്ലാസ് ചായയൊക്കെ വേണം. അങ്ങനെ ചായക്ക് പഞ്ചസാരയും പൊടിയൊക്കെ ഇട്ട് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം തീ അങ്ങോട്ട് കത്തിച്ചെടുത്തു. തീ കത്തിച്ചെടുക്കലൊരു റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. തീ കത്തി പിടിച്ച് കിട്ടാൻ നല്ല പ്രയാസമാണ്. ഈ അടുപ്പ് ചൂടായി കിട്ടാൻ നല്ല പണിയാണ്. തീ ഒന്ന് കത്തി പിടിച്ച് കിട്ടിയാൽ പിന്നെ അതിൻ്റെ കണൽ വൈകുന്നേരം വരെ ഉണ്ടാകും. പിന്നെ വൈകുന്നേരം ചോറും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഓലക്കൊടി എന്തെങ്കിലുമൊക്കെ എന്നിട്ട് കത്തിച്ചെടുത്താൽ മതി. അങ്ങനെ തീ ഉഷാറായിട്ട് കത്തി പിടിച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലിക്കുള്ള വെള്ളം വെക്കുകയാണ്. ഇഡ്ഡലിക്കുള്ള വെള്ളം നന്നായിട്ട് അവിടെ തിളച്ച് റെഡി ആവട്ടെ. ദോശയും ഇഡ്ഡലിയൊക്കെ പിന്നെ അടുപ്പത്താണ് ഉണ്ടാക്കൽ. പുട്ട് മാത്രമാണ് ഞങ്ങൾ ഗ്യാസുമ്മൽ ഉണ്ടാക്കൽ. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ ആദ്യം ചായയും കടിയൊക്കെയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കുക. പിന്നെയാണ് ചോറിനുള്ള വെള്ളം കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ടാക്കൽ. ചായയും കടി നേരത്തെ ഉണ്ടാക്കും. അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കുക. അങ്ങനെ ഇഡ്ഡലിക്കുള്ള മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രാത്രിയൊക്കെ ഇങ്ങനെ മാവൊക്കെ അരച്ച് വെച്ചാൽ രാവിലെ ഇങ്ങനെ നീക്കുമ്പോൾ ആദ്യം എണീറ്റ് വന്നാൽ നോക്കൽ മാവ് പൊന്തിയിട്ടുണ്ടോയെന്ന്. പൊതുവേ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇഡ്ഡലിക്കുള്ള മാവ് നന്നായിട്ട് അവിടെ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് കുറച്ച് അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് വാഷിംഗ് മെഷീനിലിട്ടു. ഇങ്ങനെ ഒരു പണി എടുക്കുമ്പോൾ 2-3 പണികളൊക്കെ ഞാൻ ഒന്നിച്ചെടുക്കലുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെയാണ്. ഒരു പണി എടുക്കുമ്പോൾ ആ ഒരു പണി മാത്രമല്ല, ബാക്കിയുള്ള പരിപാടിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്തെടുക്കും. അങ്ങനെ ആകുമ്പോൾ എല്ലാ പണികളും പെട്ടെന്ന് തീരുകയും ചെയ്യും. ഒരു പണി എടുത്ത് കഴിഞ്ഞിട്ട് മറ്റേ പണി എടുക്കാമല്ലോ എന്ന് ആലോചിക്കും കൂടെ വേണ്ട. പണികളൊക്കെ പെട്ടെന്ന് തീരും ചെയ്യും. അങ്ങനെ കുറച്ച് ചട്ടിനിക്കുള്ള തേങ്ങയും കൂടെ ചിരവി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിക്കുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇഡ്ഡലി ചുട്ടെടുക്കാം. ഇഡ്ഡലി ഈ തട്ടിൽ 2 സെറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 7 ഇഡ്ഡലിയൊക്കെ ചുട്ടെടുക്കാം. 3-4 തട്ടുകളൊക്കെ ഉണ്ടാവലുണ്ട്. എൻ്റെ കയ്യിലുള്ള തട്ടിൽ 2 തട്ടേ ഉള്ളൂ. അങ്ങനെ മാവ് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ രാവിലെയാണ് ഇഡ്ഡലിക്കായാലും ദോശയ്ക്കായാലും ഉപ്പ് ഇടൽ. അല്ലെങ്കിൽ ഒരുപാട് പുളിയായി പോവും. അതുകൊണ്ടാണ് രാവിലെ ഉപ്പ് ചേർക്കുന്നത്. ചില ആളുകളൊക്കെ അരി അരക്കണ കൂട്ടത്തിൽ തന്നെ ഉപ്പ് ചേർത്തിട്ടാണ് അരച്ചെടുക്കൽ. ഞാനിങ്ങനെയാണ് ചെയ്യൽ. അങ്ങനെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് മാവൊക്കെ കോരി ഒഴിച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ നല്ല സുഖമാണ്. ഇഡ്ഡലി അങ്ങോട്ട് ഒഴിച്ച് വെച്ചാൽ കുറേ സമയത്തിന് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇഡ്ഡലിയൊക്കെ അടച്ച് വെച്ചതിന് ശേഷം ഞാൻ നേരെ കുളിക്കാൻ പോയിട്ടോ. മക്കളൊക്കെ പോകുന്നതിൻ്റെ മുന്നായിട്ട് കുളിയും അലക്കലൊക്കെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര മടിയാവും കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചായ കുടിക്കാനായിരുന്നു. ഒരു 3 ഇഡ്ഡലി, അതിൻ്റെ മുകളിൽ കുറേ ചട്ടിനി വെച്ച് കുറച്ച് കട്ടനും കൂട്ടിയിട്ട് ഉഷാറായിട്ട് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കിന് മക്കൾക്ക് സ്കൂളിൽ പോകാനായിട്ടുണ്ടായിരുന്നു. പാലക്കുട്ടനും അല്ലുക്കുട്ടനൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് അവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരെ ബുക്കും കാര്യങ്ങളൊക്കെ അതിലുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി. ബാലക്കുട്ടനാണെങ്കിൽ സ്കൂളിൽ ഭക്ഷണത്തിൻ്റെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തത് കൂടെ അതിൽ വെച്ച് കൊടുത്തു. ബാലക്കുട്ടനും ലച്ചുമോളും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. അങ്ങനെ ബാലക്കുട്ടൻ്റെ ബാഗിക്ക് വെള്ളവും പാത്രമൊക്കെ ആക്കി കൊടുത്തു. അതിൻ്റെ ഇടയിൽ അവരെ 2 അളവായാലും
കോലുമിഠായി ഉണ്ട് കേട്ടോ. അച്ഛൻ വന്നപ്പോൾ അവർക്ക് കൊടുത്തതായിരുന്നു. അപ്പോൾ രണ്ടാളും അത് വായിൽ വെച്ചിട്ടാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റുന്നത്. ബാലുക്കുട്ടൻ്റെ അല്ലുക്കുട്ടൻ്റെ ഒക്കെ സ്കൂളിൽ ഇങ്ങനെയുള്ള വലിയ പാത്രങ്ങളുണ്ടാവും. സാധാരണ നമ്മളൊക്കെ പഠിച്ച അന്നുള്ള അങ്ങനത്തെ പാത്രങ്ങളിലല്ല ചോറൊക്കെ കുട്ടികളിപ്പോൾ വാങ്ങൽ. ഇങ്ങനെയുള്ള വലിയ പാത്രങ്ങളിലാണ് കുട്ടികളൊക്കെ ചോറ് വാങ്ങൽ. അങ്ങനെ അതൊക്കെ അവരതൊക്കെ സെറ്റാക്കി കൊടുത്ത് ലച്ചുമോളെ ഒരുക്കി കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഇതാ കുഞ്ഞിക്കിളിയും പൈങ്കിളിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലച്ചുമോൾ അവരോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ സമയമായപ്പോൾ ലച്ചുമോൾ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ ലച്ചുമോളെ ഫ്രണ്ടാണ് ചിഞ്ചു. അപ്പോൾ ഇവർ അംഗൻവാടിയിൽ ഒപ്പം പഠിച്ച കുട്ടികളാണ് കേട്ടോ. അങ്ങനെ ഇവരൊക്കെ രണ്ടാളെയും കൂട്ടിയിട്ട് ഞങ്ങൾ ബസ് കാത്തു നിന്നു. അപ്പോൾ ബസ്സൊക്കെ വന്ന് അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് വരി നിന്നിട്ട് അങ്ങനെ കയറി. അത് കഴിഞ്ഞപ്പോൾ ഇതാ ഒരു മാങ്ങ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ ലച്ചുമോളെ കൊണ്ടാക്കാൻ പോയപ്പോൾ. അപ്പോൾ ആ മാങ്ങ നല്ല കോമാങ്ങയായിരുന്നു. അത് കുരുമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് അത് കുറച്ച് നേരം അവിടെ കഴിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ലച്ചുമോളൊക്കെ സ്കൂളിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഞാനും ലച്ചുമോളും ഏട്ടനും കൂടിയിട്ട് പുതിയ വീടെടുക്കണ സ്ഥലത്തേക്ക് പോയി. അവിടെ എത്തിയിട്ട് ആദ്യം കിണറായിട്ടോ നോക്കുക. കിണറിൽ വെള്ളം കൂടിയിട്ടുണ്ടോ ഇടിഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കൂ കേട്ടോ. കിണർ റിങ് കുറച്ചിട്ടിട്ടുള്ളൂ, ചെറുതായിട്ട് ഇടിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 റിങ് ഇട്ടിട്ടുള്ളൂ, ബാക്കി റിങ് ഇടാനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ളത്. ബാക്കിയും കൂടെ ഇടണമല്ലോ വിചാരിച്ച്. അപ്പോൾ ലച്ചുമോൾക്ക് കിണറിൽ വെള്ളം കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളെയും കൂട്ടി കൈ പിടിച്ചിട്ട് അങ്ങനെ ചെറുതായിട്ടൊന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പുതിയൊരു വീട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു വീട് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടുന്ന് ചുറ്റുഭാഗമൊക്കെ ഒന്ന് നോക്കിയിട്ട് വീട്ടിലെത്തിയിട്ട് രാത്രിയായപ്പോൾ ബാലുക്കുട്ടൻ്റെയും അല്ലുക്കുട്ടൻ്റെയൊക്കെ ബുക്കും കാര്യങ്ങളൊക്കെ പൊതിയാനുണ്ടായിരുന്നു. ഈ ഒരു പണി ഞാൻ ഏട്ടനെയാണ് ഏൽപ്പിക്കൽ. എനിക്ക് ഭയങ്കര മടിയാണ് ബുക്ക് പൊതിയാന്ന് പറയുന്നത്. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചന്ന് അച്ഛനായിരുന്നു എനിക്ക് ബുക്കും ഒക്കെ പൊതിഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര മടി ബുക്ക് പൊതിയാൻ. അങ്ങനെ ഏട്ടന് എല്ലാ ബുക്കും പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നൈറ്റ് സ്ലീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.